മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസങ്ങളാണ് ഈ ഒരു ദിവസങ്ങൾ. ആത്മാവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ശക്തി നൽകുന്നത് എന്നും നമ്മളെ ഓരോരുത്തരെയും പിശാചിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്നും ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ പ്രലോഭനങ്ങളിൽ വീഴാതെ നമ്മളെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിക്കുന്നത് എന്നും നമ്മളെ വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് എന്നും നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുകയുണ്ടായി. ആത്മാവാണ് ദൈവത്തെ നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരുന്നത്. ദൈവമാരെന്നും ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രമെന്നും നമ്മളെ പഠിപ്പിക്കുന്നതും നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റവും അടുത്ത ഒരുക്കത്തില്, ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഏറ്റവും അടുത്ത ഒരുക്കത്തിൽ ആയിരിക്കേണ്ട ദിവസങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും കൂടുതൽ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടേയിരിക്കണം. ഇനിയുള്ള 2 ദിവസം പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറയുമ്പോൾ, ആത്മാവിന്റെ അഭിഷേകം നമ്മളിൽ കത്തി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നുണ്ട്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവാണ്. ആ ആത്മാവിനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കണമെന്നാണ് പൗലോസ്ലീഹ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ദൈവാത്മാവ് നമ്മളിൽ ജ്വലിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് കാത്തു സംരക്ഷിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നുണ്ട്. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വ്രത ആണെന്ന് നാം കരുതുന്നുവോ എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ദൈവം ആത്മാവിനെ നിവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ആത്മാവിനെ ദൈവം തന്നതാ. ഈ ഭൂമിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തിന് ശേഷം നമ്മുടെ ശരീരം മണ്ണിലേക്ക് മടങ്ങും. ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവ് ദൈവത്തെങ്കിലേക്ക് മടങ്ങണം. അതിന് ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പരിശുദ്ധിയിൽ കാത്തു സംരക്ഷിക്കപ്പെടണം. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആത്മാവിനെ ഈ ലോകത്തിൽ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ആത്മാവ് നമ്മളിൽ നിറഞ്ഞ് ജ്വലിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് കാത്തു സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്രമാത്രം വിലപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിന്റെ കൃപയും അഭിഷേകവും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ഈ ദിവസം നമ്മുടെ ആത്മാവിനെ കാത്തു സംരക്ഷിക്കുന്ന പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ എന്ന് ഒരു പ്രാർത്ഥന നടത്തട്ടെ. ആത്മാവെ, എന്റെ ഉള്ളിലുള്ള ആത്മാവിനെ കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഇന്നത്തെ നമ്മുടെ എല്ലാ അധ്വാനങ്ങളെയും ഈശോയുടെ മുൻപിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ ജീവിതത്തിന്റെ വഴികളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇല്ലായ്മകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഈ ദിവസത്തെ ഇവരുടെ എല്ലാ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും ആശീർവദിക്കണമേ. ഈ ദിവസത്തെ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ കൃപ നിറഞ്ഞു നിൽക്കട്ടെ. അങ്ങയുടെ അഭിഷേകം ഇവരിൽ ജ്വലിക്കട്ടെ. അങ്ങയുടെ ആത്മാവിന്റെ അഗ്നിയാൽ ഇവരെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ
ഇവരിൽ നിന്ന്, ഇവരുടെ കുടുംബത്തിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷോയെ ആപത്തുകൾ ഇവരിൽ നിന്ന് അകന്നു പോകട്ടെ, അപകടങ്ങൾ ഇവരിൽ നിന്ന് അകന്നു പോകട്ടെ, തിന്മ അകന്നു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.